എൻ്റെ ഒരു പ്രൗഡ് മൊമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ബാൻഡ് കെട്ടി തന്ന മൊമെന്റ്. അതിനുശേഷം അവിടെ പോയിട്ട് ഞാൻ മേടിച്ചപ്പോൾ അഡ്വക്കേറ്റ് റിനേഷ് എൻറോൾഡ് എന്ന് പറയുമല്ലോ, എൻറോൾഡ് എന്ന് പറഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് വരും. അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ വയസ്സും പറഞ്ഞു. ഇപ്പോൾ അവൻ ഇത്ര വയസ്സായി, ഇത്ര വയസ്സ് കഴിയുമ്പോൾ ജഗത്ത് എൻറോൾഡ് എന്ന് പറഞ്ഞപ്പോൾ അതാണ് എൻ്റെ മനസ്സെന്ന് തുറപ്പിച്ചു. ഒരു കാര്യം ചെയ്യരുത്, ആ കുട്ടിയെ ഐദർ വൈഫ് ഓർ ഹസ്ബൻഡ്, നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെയാണ് അമ്മൻ എങ്ങനെയാണ്, തെറ്റായ കാര്യം ഒരിക്കലും ചെയ്യരുത്. ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് മെൻ വുമൺ എന്ന് പറയുന്നില്ല, ഇല്ല, സിറ്റിസൺ. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ആരാവാം, അതായത് മെൻ വുമൺ ട്രാൻസ്ജെൻഡർ എനിബഡി എനി. അപ്പൊ അതിൽ ഒരു ജെൻഡർ ബയാസ് വരുത്തിയത് നമ്മുടെ സോഷ്യൽ മൊറാലിറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി പ്രിവെയിൽസ് മോർ. മതത്തിലെ നിയമങ്ങളാവട്ടെ എല്ലാം അതെ. ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ ആദില നൂറ, കാരണം അവര് എന്ത് ചിന്തിച്ചു, അവര് തമ്മിൽ റിലേഷൻഷിപ്പ്, പക്ഷെ സൊസൈറ്റിക്കാണ് പ്രോബ്ലം, സൊസൈറ്റിക്ക് പറ്റുന്നില്ല. അവര് വളരെ കൃത്യമായിട്ട് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ഷോയിൽ വന്നിട്ട് അവര് സമൂഹത്തിൽ വലിയൊരു മെസ്സേജ്. സിംഗിൾ മദർ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ ആൾക്കാർ ഒരു സിമ്പതറ്റിക്കോ അല്ലെങ്കിൽ ഒരു സിംഗിൾ മദർ എന്നുള്ള സിംഗിൾ ഫാദർ എന്ന് പറഞ്ഞത് കേൾക്കുന്നത് ഡിഫറെന്റ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് സ്റ്റോറികൾ എഴുതിയിട്ടപ്പോൾ വളരെയധികം വൈറലായി ഇത്. അപ്പൊ ഇത് ആൾക്കാർ സിംഗിൾ ഫാദർ ഉണ്ടോ, എന്തുകൊണ്ട് ഫാദറിന് ഉണ്ടായിക്കൂടാ, ഒരു അച്ഛനും കൊച്ചിനെ നോക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ചിന്താഗതി. അതിനൊക്കെയാണ് എല്ലാ മാമൂലുകളെയാണ് തച്ച് ചേർത്താണ്. എൻ്റെ ഇതുകൊണ്ട് ഇതെന്താ പറയുക, ഇതിൻ്റെ ഫൈറ്റ് എന്ന് പറയണ്ട, സ്വന്തം കുട്ടീനെ നോക്കുന്നത് ഫൈറ്റ് അല്ലല്ലോ, അത് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ സ്വന്തം കുട്ടിയെ 3 വയസ്സിൽ, അതായത് 2.25 വയസ്സിൽ ഏറ്റെടുത്ത് 8 വയസ്സായിപ്പോ അവനെ വളർത്തി മിടുക്കനായി വളർത്തി എന്നുള്ള പ്രൗഡ് ഫാദറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു എൻ്റെ ഒരു പ്രൗഡ് മൊമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ബാൻഡ് കെട്ടി തന്ന മൊമെന്റ്. അതിനുശേഷം അവിടെ പോയിട്ട് ഞാൻ മേടിച്ചപ്പോൾ അഡ്വക്കേറ്റ് റിനേഷ് എൻറോൾഡ് എന്ന് പറയുമല്ലോ, എൻറോൾഡ് എന്ന് പറഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് വരും. അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ വയസ്സും പറഞ്ഞു. ഇപ്പോൾ അവൻ ഇത്ര വയസ്സായി, ഇത്ര വയസ്സ് കഴിയുമ്പോൾ ജഗത്ത് എൻറോൾഡ് എന്ന് പറഞ്ഞപ്പോൾ അതാണ് എൻ്റെ മനസ്സെന്ന് തുറപ്പിച്ചു. കാരണം അവൻ്റെ മനസ്സ് പോയ ചിന്താഗതി, അതായത് നമ്മൾ പാരൻസ് കൃത്യമായിട്ടൊരു വഴി കാട്ടി കാണിച്ചു കൊടുത്താൽ ദേ വിൽ ഫോളോ, ഒരു നല്ല ആൾക്കാരായിട്ട് മാറും. നേരെ മറിച്ച് പാരന്റിങ് എന്താ ചെയ്യുന്നത്, നീ നോക്കടാ അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറുടെ മകൻ എന്താവുമ്പോഴെന്ന് അറിയാം നിനക്ക്, നീ എന്താവണം, അങ്ങനെയല്ല വേണ്ടത്. അവൻ്റെ മനസ്സിൽ പാരന്റ് എന്നുള്ള രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് പുലർത്താൻ സാധിക്കും. ഇതാണ് ഇപ്പോഴത്തെ പാരൻസിൻ്റെ പ്രശ്നം. ഇൻഫ്ലുവൻസ് കൊടുക്കാൻ പറ്റുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു റോൾ മോഡലാണ്. അവൻ വളർന്നു വന്നാലും എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി, അവന് വേണ്ടിയാണ് വക്കീൽ കുപ്പായം അണിഞ്ഞത്. ഇപ്പോൾ മറ്റുള്ള അനവധി ആളുകൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ഞാൻ സ്വന്തമായി ഈ പ്രൊഫഷനിലായിട്ട് വന്നിട്ട് ഇപ്പൊ 24-ല് 24-ല് 2 വർഷത്തോളം ഇപ്പൊ ഇത്രയും വർഷമായി. എങ്ങനെയാണ് ഈ പ്രൊഫഷനെ കുറിച്ച്? ഇപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യം ഉണ്ടായിരുന്നു. എന്റെ ദൗത്യം ഇതാണ് അഡ്വക്കസി ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ചിലപ്പോൾ അതിനൊരു ഇതായത് എന്തായിരിക്കാം, എന്റെ സെപ്പറേഷൻ ആയിരിക്കാം അതിനുള്ള കാരണം. പക്ഷെ എന്റെ ധർമ്മം എന്താ, എന്റെ കർത്തവ്യം ഇതായിരുന്നു. ഞാൻ എൻറോൾ ചെയ്ത് 2-3 ദിവസം ആയപ്പോഴും ഒരു കേസ് ഏൽപ്പിച്ചു. വ്യാജ 498 കേസ് മേഡം ഏൽപ്പിച്ചു. 498 ഫേക്ക് കേസുകൾ ഒരുപാട് വരുന്നുണ്ട് സമൂഹത്തിൽ, ഒരുപാട് വരുന്നുണ്ട് 498 കേസുകൾ. അപ്പോൾ അത് മേഡം ഏൽപ്പിച്ചു. മേഡം നമ്മളത് നല്ല കൃത്യമായിട്ട് ചെയ്തു, വളരെ വിജയിച്ചു. ഇപ്പം ഈ സിംഗിൾ പാരന്റ്സ് ഉണ്ടല്ലോ, അവർക്ക് അതായത് ഫാദേഴ്സ്, ഇപ്പം മദർ ഞാൻ പറഞ്ഞ പോലെ കുറച്ചെങ്കിലും ഒരു ആൾക്കാരിൽ നിന്നെങ്കിലും ഒരു അമ്മ എന്നുള്ള, ഒരു ഒറ്റയ്ക്ക് ജീവിക്കണം അമ്മ എന്നുള്ള ഇത് കിട്ടുന്നുണ്ട്. എല്ലാത്തിനും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ജീവിക്കുന്ന, ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ധൈര്യം ഇല്ലാതെ നിൽക്കുന്നവരുണ്ടല്ലോ, അയ്യോ അവളില്ലാതെ ഞാൻ എങ്ങനെ കൊച്ചിനെ വളർത്തും, പക്ഷെ കുഞ്ഞുങ്ങളെ പിരിയാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈവൻ ഒരാൾക്കെങ്കിലും റിനീഷ് പറയുന്ന. തീർച്ചയായിട്ടും ഞാൻ പറയാം. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ഇങ്ങനെ കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്, മൈൻഡിലെ കോൺഫ്ലിക്റ്റ്, അത് ശരിയാണോ ഇത് ശരിയാണോ എന്നുള്ള ഇതിൽ നിൽക്കാം നമ്മൾ. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ മദർ എന്നുള്ള രീതിയിലായാലും സിംഗിൾ ഫാദർ എന്നുള്ള രീതിയിലായാലും നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഒന്നാണ്. എന്താണ്? ആ കുട്ടിയെ നല്ല രീതിയിൽ വളർത്താം. ഒരു കാര്യം ചെയ്യരുത്, ആ കുട്ടിയെ ഐദർ വൈഫ് ഓർ ഹസ്ബൻഡ്, നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെയാണ് അമ്മൻ എങ്ങനെയാണ്, തെറ്റായ കാര്യം ഒരിക്കലും ചെയ്യരുത്. ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെയാണ് കേട്ടോ, നിങ്ങളുടെ അമ്മ മോശമാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്തായി, നെഗറ്റീവായി. ഞാൻ എൻ്റെ കുട്ടിയോട് ഇപ്പോഴും പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് മകന് എന്താ പറയുക, എൻ്റെ മകന് ഇപ്പം എൻ്റെ അതായത് ആളുടെ അമ്മയെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം. ഞാൻ താമസിക്കുന്നത് 100 മീറ്റർ അകലെയാണ്, അധികം താമസിക്കും. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഞാനിതിങ്ങനെ ഫൈറ്റ് ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനിങ്ങനെ എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ സത്യം പറയാം, അതായത് എൻ്റെ ഭാര്യയോട് എനിക്ക് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ തുറന്നു പറയണത്.
ഞാൻ ഡൈവോഴ്സായി നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ ലീഗലി എൻ്റെ വൈഫല്ല. പക്ഷെ ഇപ്പോഴും പറയാണ് എൻ്റെ വൈഫിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതാണ് ഇത്ര ഫൈറ്റ് ചെയ്തതെന്ന്. അത് ഇതിലൂടെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലത്. അല്ല, നഷ്ടപ്പെടുത്താൻ ചിലപ്പം അത് നഷ്ടപ്പെടുമ്പോൾ എനിക്കൊരു വേദന ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മാഡം, ഞാൻ അന്ന് അഡ്വക്കേറ്റാണ്. ഈ നഷ്ടപ്പെടുന്ന അന്ന് 31/12 എൻ്റെ വിധി വന്നു. വിധി വന്നപ്പോൾ ഡൈവോഴ്സിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ തളരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോലും ഞാൻ അന്ന് വിഷമിച്ചിട്ടുണ്ട്. മനുഷ്യരല്ലേ, ഞാൻ അന്ന് വിഷമിച്ചിട്ട്. കാരണം എന്തറിയോ, എനിക്ക് 2 ചിന്താഗതി വന്നു. ഒന്ന്, എൻ്റെ ഭാര്യ എന്നുള്ള ലേബലിനെ ഒഴിവായിപ്പോയി. 2, എൻ്റെ മകന് അതൊരു വിഷമം ഉണ്ടാവാം. തീർച്ചയായിട്ടും അവനെ വിഷമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവന് ഇപ്പോഴല്ല മനസ്സിലായി. കാരണം ഡൈവോഴ്സ്ഡായി പോയി, അമ്മ അച്ഛനും വേർപിരിഞ്ഞു എന്നുള്ള ദുഃഖമുണ്ട്. അങ്ങനെ അതും 2 ചിന്താഗതി എന്നെ അലട്ടിയിരുന്നു. രണ്ടാമത്തെ ചിന്തയുണ്ടല്ലോ റനീഷ്, നമ്മുടെ കാലത്താണെങ്കിൽ അതൊരു ചിന്ത. ഇന്നത്തെ കുട്ടികൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യോജിച്ചപ്പോൾ ദേ ആർ സെപ്പറേറ്റഡ്, സോ വാട്ട് എന്നുള്ള രീതിയിൽ അവരുടെ, പക്ഷെ അതൊന്നും അല്ല അവരുടെ വിഷയം. അതിനേക്കാളും വലിയ കാര്യങ്ങൾ ചിലപ്പോൾ മെന്റൽ ട്രോമയ്ക്ക് ഉണ്ടാവാം, നമുക്ക് കാണാൻ സാധിക്കില്ലായിരിക്കും. കാരണം ഇപ്പൊ അവന് 8 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ 2 ചിന്താഗതി തന്നെ തോറ്റു. എനിക്ക് 2 കാര്യങ്ങൾ മനസ്സിലായി. ഈ 5 വർഷം ഫൈറ്റ് ചെയ്തു, ഡൈവോഴ്സ് ഫൈറ്റ് ചെയ്തു, അവസാനം കണ്ടസ്റ്റഡ് ആയിരുന്നു. ഞാൻ കണ്ടസ്റ്റ് ചെയ്തു. ഞാൻ അതിൻ്റെ റീസൺ പറഞ്ഞല്ലോ. എനിക്ക് ആ മകനെ ഇഗ്നോർ ചെയ്തത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വ്യക്തി എന്നുള്ള രീതി ആരും സ്വന്തം മക്കളെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു കേസ് ജയിക്കാൻ വേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരെ നമ്മൾ വെപ്പണാക്കാനും പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അല്ല, സൊസൈറ്റിയുടെയാണ്. അതാണ് ചൈൽഡ് വെൽഫെയർ ഒക്കെ ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ വെച്ചിട്ടുള്ള വെപ്പണാക്കി വെച്ചിട്ട് അതിൽ യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. അതെല്ലാവരും ഒഴിവാക്കണം. അതുപോലെ തന്നെ എൻ്റെ ഒരു കാര്യം ഇപ്പോൾ തുറന്നു പറയുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഫൈറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. 31/12/2005 ഈ ഡൈവോഴ്സ് പേപ്പർ അലോഡ് എന്ന് പറയും ഒന്ന് കിട്ടിയപ്പോൾ, അവർക്ക് അലോ ചെയ്ത് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് എൻ്റെ ഭാര്യയെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ വേറെ ആളോട് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഒരു മകനുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മകന് അമ്മയെ നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത ഓൾറെഡി ഇഗ്നോർ ചെയ്തിട്ടേക്കാണ്. പിന്നെ ഇനി ഇഗ്നോർ ചെയ്ത് ഫുള്ളായിട്ട് പോയി എന്നുള്ള രീതിയും കൂടി ആയപ്പോൾ വളരെ മാനസികമായിട്ട് എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇല്ലയെന്ന് പറഞ്ഞാൽ അത് നോണയായിരിക്കും. അങ്ങനെ അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ആളൊന്നും അല്ല ആരും. നമ്മൾ ജീവിതത്തിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കല്ലൊക്കെ മനസ്സിൽ വരുമെങ്കിൽ പോലും നമ്മൾ ഏറ്റവും അവസാനം എല്ലാവരും മനുഷ്യന്മാരാ, എല്ലാവരും ഹ്യൂമാൻ ഉള്ളവരാ. ഇപ്പം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു ചോദ്യം എന്താണെന്നറിയോ, കൂടുതലും ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും വീഡിയോസും ചെയ്യുന്നത്. അപ്പോഴേക്കും ഇവിടെ വന്നിരിക്കുന്ന ആൾ ഒരു മെൻസ് അസോസിയേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും മനസ്സിലാക്കാൻ നമ്മൾ നിലപാടുകൾ ചിലപ്പം തമ്മിൽ തെറ്റാവണം. അതിനർത്ഥം ഒരിക്കലും ഫൈറ്റ് ആവരുത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയാണെങ്കിലും ഭാര്യ ആണും പെണ്ണും തമ്മിലുള്ള ഫൈറ്റാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതും കൂടെ എനിക്ക് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഫേക്ക് കേസുകളെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് മെൻ വുമൺ എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അതിൽ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ആരാവാം. അതായത് മെൻ, വുമൺ, ട്രാൻസ്ജെൻഡർ, എനിബഡി, എനി. അപ്പോൾ അതിൽ ഒരു ജെൻഡർ ബയാസ് വരുത്തിയത് നമ്മുടെ സോഷ്യൽ മൊറാലിറ്റിയാണ്. 2 മൊറാലിറ്റി ഉണ്ട് മാഡം, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, സോഷ്യൽ മൊറാലിറ്റി. അത് ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഒരു പെണ്ണും കല്യാണം കഴിക്കുന്നുള്ള രീതി സോഷ്യൽ മൊറാലിറ്റി എന്തായിരിക്കും? അങ്ങനെ തെറ്റാണ്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി ഈക്വാലിറ്റി. 14 അതായത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം. അപ്പൊ സോഷ്യൽ മൊറാലിറ്റി, ഇപ്പൊ നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസിന്റെ ആരാധകനാണ് DY ചന്ദ്രചൂഡ്. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി വേഴ്സസ് സോഷ്യൽ മൊറാലിറ്റി. അതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി പ്രിവെയിൽസ് മോർ. എപ്പോഴും മുകളിൽ നിൽക്കേണ്ടത് എന്തായിരിക്കണം? കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി. എല്ലാ മതത്തിലെ നിയമങ്ങളാവട്ടെ എല്ലാം താഴെ. അതെ, കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി മുമ്പിട്ട്. അതിലെന്തൊക്കെയാ പറയുന്നത്? ഈക്വാലിറ്റി, ഡിഗ്നിറ്റി, ലിബർട്ടി, ജസ്റ്റിസ്. ഇതാണ് മുൻകൂടി. ഇതിന് വയലേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒരു പെണ്ണും ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ അവരുടെ ആരാധകരാണ്. ഈ ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ ആദില നൂറ, എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ്. ആദില നൂറ. കാരണം അവർ എന്ത് ചിന്തിച്ചു? അവർ തമ്മിൽ റിലേഷൻഷിപ്പ്, ആർക്കും ഒരു ദ്രോഹമില്ല. പക്ഷെ സൊസൈറ്റിക്കാണ് പ്രോബ്ലം. സൊസൈറ്റിക്ക് പറ്റുന്നില്ല. അവരും മിടുക്കികളായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ആദില നൂറ. അവർ വളരെ കൃത്യമായിട്ട് അവരുടെ നിലപാടുകൾ പറയുകയും അവർ സ്വന്തമായിട്ട് ജീവിക്കാൻ പറയും. സ്വന്തമായിട്ട് പണിയെടുക്കാതെയാണോ? പണിയെടുത്ത് IT പ്രൊഫഷണലാണെന്ന് ഞാൻ അറിഞ്ഞത്. എനിക്ക് ആരടുത്തും ബെഗും ചെയ്തില്ല. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ഷോയിൽ വന്നിട്ട് അവർ സമൂഹത്തിൽ വലിയൊരു മെസ്സേജ് കൊടുത്തു. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി ആയിട്ട് ഞാൻ യോജിക്കുകയാണ്.
സോഷ്യൽ മൊറാലിറ്റി പോട്ടെ, അതിന് യാതൊരു വിലയില്ല. അവർ ജീവിക്കാനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നിടത്തോളം കാലം. കുട്ടി ആ ഷോയില് ചോദിക്കണം ഞങ്ങൾ എന്താ മരിക്കണോ, മരിക്കണോ? അത് ഉള്ളിൽ നിന്ന് വന്നതാണ്, അവര് ജീവിക്കാൻ വിടൂ. പിന്നെ കുറെ ആളുകൾ ഈ സോഷ്യൽ മൊറാലിറ്റി മൊറയിൽ പിടിക്കുന്ന ആളുകൾ അവരെ തെറി വിളിക്കുകയും അവരെ കാണാൻ വീട്ടിൽ ഏറ്റവും പിള്ളത്തവരാണെന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു നല്ല റൈറ്റിംഗ് എഴുതിയിരുന്നു. ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവർക്ക് വോട്ടവകാശം ഈ ഇടയ്ക്ക് അമ്മയെ പ്രസാദ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലും മത്സരിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഫൈറ്റ് ചെയ്ത് അവർക്കൊരു കാൻഡിഡേറ്റിൽ ആക്കാൻ വേണ്ടിയിട്ടൊരു മേടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന ആൾക്കാരെ അവരെന്തിനാ നമ്മൾ സമൂഹത്തിലും അകറ്റി നിർത്തണം? എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ ആണ് പെണ്ണ്, ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം തരാം. ആണ് പെണ്ണ് എന്നുള്ള ഇതില്ല, അതായത് എവിടെയും പറയുന്നില്ല. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, ആണായാലും പെണ്ണായാലും നമ്മൾ മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യണം. ഇത് നമ്മൾ മ്യൂച്വൽ റെസ്പെക്റ്റ് ചെയ്യത്തോടത്തോളം കാലം പിന്നെ എന്താ പറയുക കാര്യം, കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയുന്നത് മാഡത്തിന് മനസ്സിലാവുന്ന രീതിയും മാഡത്തിന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന രീതിയിലും ഒരേ രീതിയിലായി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സ്മൂത്ത്. ഇതാണ് അതിൽ ഇതില്ല. അപ്പോൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബയാസില്ല. ഇപ്പം ഞാൻ മെൻസ് റൈറ്റിന്റെ ഫൗണ്ടേഷൻ, മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ എന്താ നിങ്ങളുടെ അതിന്റെ ഒരു ബേസ് എന്താ, വിഷൻ എന്താണ്? ഞാൻ പറയാതെ, ഞങ്ങളുടെ സംഘടനയുടെ പേര് മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ എന്നാണ്. അത് തൃശ്ശൂർ ബേസ്ഡാണ്. കമ്മീഷൻ അല്ല, മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ. കമ്മീഷൻ വരാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ രാഹുൽ ഈശ്വർ പോലെയുള്ള ആളുകളുണ്ട് നമ്മുടെ മുന്നിൽ. മെൻസ് റൈറ്റ് കമ്മീഷൻ, വുമൻസ് കമ്മീഷൻ വരുന്നത് പോലെ തന്നെ മെൻസ് കമ്മീഷനും വന്നാൽ നല്ലതാണ് എന്നുള്ള ഇതിൽ അവരുടെ റൈറ്റും സംഘടിപ്പിക്കാൻ നല്ലതാവട്ടെ. കുറെ അനാവശ്യ സൂയിസൈഡുകൾ, അനാവശ്യ കാര്യങ്ങൾ, കള്ളക്കേസുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ എന്നുള്ള സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻസിന് ഇങ്ങനെ വരുന്ന ട്രോമ വരുമ്പോഴും അവർ അനുഭവിക്കുന്ന ഫേക്ക് അലിഗേഷനിലൊക്കെ നമ്മൾ സഹായിക്കുകയും, നമ്മൾ സ്ത്രീകൾക്കെതിരല്ല, ഞാൻ വീണ്ടും പറയാണ്, ഇതിലൂടെ പറയാണ്, ആരും മനസ്സിലാക്കണം. മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിക്കൊണ്ട് സ്ത്രീക്കെതിരല്ല, സ്ത്രീയും പുരുഷനും എതിരാണ്. പക്ഷേ സ്ത്രീകൾ പുരുഷനെതിരെ നിങ്ങൾക്ക് കിട്ടിയ പ്രിവിലേജിനെ മിസ്യൂസ് ചെയ്ത്, എന്താണ് പ്രിവിലേജ്? നിയമത്തിൽ കിട്ടിയ പ്രിവിലേജാണ് 498 DV ആക്ട്. ഇതൊന്നും പുരുഷനെതിരെ കള്ളക്കേസായിട്ട് കൊടുക്കരുത്, അങ്ങനെ കൊടുക്കരുത്. അവരും ജീവിക്കട്ടെ. അങ്ങനെ ഇനി എക്സാമ്പിൾ, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡും വീട്ടുകാരും ഉപദ്രവിക്കുന്നുണ്ട്, സ്ത്രീധനം ചോദിക്കുന്നുണ്ട്, യു ക്യാൻ ഗോ ടു ദ അതോറിറ്റി. അതല്ലാതെ ഒരു കാര്യം ജയിക്കാൻ പറ്റും, ഡൈവോഴ്സ് കേസ് ജയിക്കാൻ വേണ്ടി. റനീഷ്, ഇപ്പൊ നമ്മള് അങ്ങനത്തെ വരുമ്പോ നിങ്ങൾ തന്നെ, അതായത് മെൻസ് അസോസിയേഷൻകാര് തന്നെ അതങ്ങ് ജഡ്ജ് ചെയ്തിട്ട് ഇയാൾ ഇന്നസെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഹാരം ഇട്ട് വയ്ക്കുന്നത്, ഇമ്മാതിരിയതൊക്കെയാണ് ആസ് എ വ്യക്തി എനിക്ക് എല്ലാവർക്കും ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. ഞങ്ങൾ അതിനോട് യോജിക്കുന്നത് കുറെ സംഘടന ഉണ്ട്. മേഡം കണ്ട സംഘടന വേറെ സംഘടനകളും ഉണ്ട് മെൻസിൽ പ്രവർത്തിക്കുന്ന. ഞങ്ങളുടെ സംഘടന അങ്ങനെയല്ല. ഞങ്ങളുടെ മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ നിരപരാധികളെ ശിക്ഷിക്കും. എന്താ പഠിച്ചിട്ടുള്ളത്? അത് തന്നെയാണ്. 1000 കുറ്റവാളി ശിക്ഷിച്ചാൽ ഒരു നിരപരാധി പോലും. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അതായത് ഒരു നിരപരാധി, ഒരു ഭർത്താവ് ഡൈവോഴ്സ് കേസ് ഭാര്യയ്ക്ക് ചെയ്യിക്കണമെങ്കിൽ ക്രൂവൽറ്റി തെളിയിക്കണം. ക്രൂവൽറ്റി തെളിയിക്കാൻ വേണ്ടിയിട്ട് 498 എന്നുള്ള കേസ് കൊറാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ കേസുകളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ പോയ കേസ്, അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്ന് അവർക്ക് അറിയ കൂടില്ല ഇങ്ങനെ ഒരു സംഭവം. അത് പറയുന്നത് തല്ലിന്ന് പറയണേ, പക്ഷെ തല്ലിയിട്ട് എന്താ പറയാ, തല്ലിയിട്ട് പാട് വേണ്ടേ, പാട് വന്നത് വേറെയാണ് മറ്റേ മെഡിക്കലില്. പക്ഷെ അതെന്താണ്, അത് ഒരു കള്ളക്കേസാണ്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എപ്പോഴും വന്നിട്ട് സ്ത്രീ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളെയൊക്കെ, ഇപ്പം നമ്മൾ ഒരിക്കലും ദീപകിന്റെ കേസിൽ തന്നെയാണെങ്കിൽ ഒരു സ്ത്രീയും മറ്റേ ബസ്സിൽ കയറി ഇങ്ങനെയൊന്നും അനുഭവിക്കില്ല, അല്ലെങ്കിൽ ഇത് അങ്ങനെ പറയാൻ പക്ഷെ ആ സംഭവം കൊണ്ട് അങ്ങനെ ഒരു ആക്കി മാറ്റി. പക്ഷെ അതിൽ വന്നിട്ട് സ്ത്രീ മൊത്തം അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും തെറി വിളിക്കണ ഒരു രീതിയായി. അതൊക്കെ നമ്മളപ്പോ അതേ പറയുന്നത്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റീനെ പഠിപ്പിക്കണം സമൂഹത്തിൽ, അത്രേ ഉള്ളൂ. അവർ ഈക്വൽ ആണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നില്ല. ചിലപ്പോൾ ബസ്സിൽ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു ആപത്തിലേക്ക് പോകും. കാരണം ഇതിപ്പം ചേരി തിരിഞ്ഞടിക്കുവാണ്. കാര്യം മനസ്സിലാവാതെ എന്ത് കന്നം തിരിവ് ചെയ്താലും പെണ്ണിന്റെ കൂടെ, അല്ലെങ്കിൽ എന്ത് കന്നം തിരിവ് ചെയ്താലും ആണിന്റെ കൂടെ, അതും പാടില്ല. അത് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മൾ കുറച്ചുകൂടെ പുരോഗമന ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിന് ചേർന്നതല്ല. അല്ല അല്ല ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാഡം, അതായത് ഇതിലിപ്പോ ഒരു സംഭവിച്ചു. ഇതിപ്പോ ഞാൻ ഈ ദീപക് കേസായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെട്ട ഒരു വ്യക്തിയാണ്. അവരുടെ ഡിഫാക്ടോ കംപ്ലൈന്റിന് വേണ്ടി, അതെ ഡിഫാക്ടോ കംപ്ലൈന്റിന് വേണ്ടിയിട്ട് നമ്മൾ വാദിച്ചാണ്. നമ്മൾ പരാതി കൊടുക്കുന്നത് ഞാനാണ്. ആദ്യം ഈ പ്രശ്നം നടന്നപ്പോൾ പരാതി ഷിംജിദിക്കെതിരെ കൊടുത്തത് ഞാനാണ്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഞാൻ തൂണ ആക്ക് വഴി കൊടുത്തു. പിറ്റേ ദിവസം എന്നെ വിളിപ്പിച്ചപ്പോൾ ഞാനവിടെ മൊഴി പറയാൻ ചെന്നപ്പോഴാണ് അവരുടെ വീട്ടുകാരും SP പരാതി കൊടുക്കുകയും അതിനുശേഷം ഇവർ മൊഴി എടുക്കാൻ വരുന്നില്ല, കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല.
നമ്മളത് പ്രഷർ ചെയ്ത് അവർ വരുത്തിച്ചു. ആ SI വന്നിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട്, അതാണ് വൈറലായത്, ഈ ഇപ്പോൾ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. അത് എന്താണ് സംഭവിച്ചത്, നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അച്ഛനമ്മയും മകൻ നഷ്ടപ്പെട്ട കംപ്ലൈൻറ്റ് ഇല്ല സാറേ, കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ വരും, നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കും. കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവർ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം, ഞാൻ പറഞ്ഞു മൊഴി ഒന്ന് വായിക്കൂ, മൊഴി വായിച്ച് ശരി എന്ന് പറയണം, പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ ഞാൻ പറഞ്ഞു ഏത് നിയമത്തിൽ? അപ്പൊ അവിടെ ഇരിക്കുന്ന ആരാ, ഓപ്പോസിറ്റ് ഇരിക്കുന്നത് PS ശ്രീധരൻപിള്ള, ഗോവ മുൻ ഗവർണർ, ക്രിമിനൽ ലോയർ കൂടിയാണ് അദ്ദേഹം. ലോയുടെ ഭണ്ഡാരാണ് മുമ്പിലിരിക്കുന്നത്. അതുപോലും നോക്കാതെയാണ് ഈ SI. ഈ പോലീസുകാരന്മാർക്ക് ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ പോലീസുകാരെ കുറ്റം പറയുന്നതല്ല, അവരുടെ അറിവുപൂർവ്വമായിരിക്കും. ഞാൻ പറഞ്ഞു സാറേ മൊഴി വായിച്ച് കേട്ട് ശരി, സാറ് വായിക്കാൻ പറഞ്ഞു. അത് തർക്കം എല്ലാ ചാനലിലും കാണിച്ചിരുന്നു. ഞാൻ നിയമത്തിനെ പറയുള്ളൂ. ഐ ആം ഓൾവേസ് അപ്ലിഫ്റ്റിംഗ് റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ എന്താ പറയണേ, പ്രൊസീജിയർ എന്താ പറയണേ, അത് ചെയ്തോളൂ. അല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ടിയോ മരിച്ച ദീപകിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട. ലോ എന്താണ് പറഞ്ഞത് അത് നടപ്പിലാക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് എല്ലാം വായിച്ച് മൊഴി വായിച്ച് കേട്ട് ശരി എന്നുള്ളത് ഒപ്പിടിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ പോയത്. വൈകിട്ട് 7 മണിയായപ്പോഴേക്കും ക്രൈം നമ്പർ രജിസ്റ്റർ ചെയ്തു. 75/2026, 73/2026 രജിസ്റ്റർ ചെയ്ത് ഷിംജിതയെ പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ റിമാൻഡിലാക്കി. ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പം ഷിംജിത തെറ്റുകാരിയാണോ, അത് കോടതി തീരുമാനിക്കട്ടെ. അല്ലാതെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദീപക് തെറ്റ് ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഷിംജിത ചെയ്തൊന്നും ഞാൻ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയ അല്ല ജഡ്ജ് ചെയ്യണത്. ജഡ്ജ് ചെയ്യാൻ ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്, റൂൾ ഓഫ് ലോ ഉണ്ട്. പിന്നെ വേറൊരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്, ലോ വേറെയാണ്, ജസ്റ്റിസ് വേറെയാണ്. അത് ഞാനൊന്ന് ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ വേണമെങ്കിൽ, അതായത് ലോ എന്താണ്? ലോ നമുക്ക് കോഡിഫൈഡ് ആണ്. ലോ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ അവിടെ ഹാജരാക്കണം. അതുപോലെ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്, അറസ്റ്റ് മെമ്മോ, ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ലോ. ജസ്റ്റിസ് എന്താണ്? ജസ്റ്റിസ് ഉദ്ദേശിക്കുന്നത് ഹ്യൂമാനിറ്റേറിയൻ ചിന്താഗതിയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു വിശന്ന് വലിഞ്ഞിരിക്കുന്ന ഒരു ആൾ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാനൊരു കടയിൽ പോയിട്ട് എന്ത് ചെയ്തു, ഞാൻ മോഷ്ടിച്ചു, ബെണ്ണോ എന്തെങ്കിലും മോഷ്ടിച്ചപ്പോൾ എന്ത് ചെയ്തു, അവർ അപ്പുറത്തെ ആൾ എന്ത് ചെയ്തു, പോയി പരാതി കൊടുത്തു, എൻ്റെ പേരിൽ എന്താക്കി, എൻ്റെ പേരിൽ തെഫ്റ്റ് എന്നുള്ള ചാർജ് ചെയ്ത് ഞാൻ റിമാൻഡ് ചെയ്തു. അപ്പോൾ ഇതിൽ ജസ്റ്റിസ് ആർക്കാണ് കിട്ടേണ്ടത് ശരിക്കും? ജസ്റ്റിസ് എന്നുള്ള ചിന്താഗതിയിൽ ഈ മറ്റേ വിശന്ന് ഭക്ഷിച്ച ഇയാൾക്കാണോ, ഇനി നഷ്ടപ്പെട്ട ആൾക്കാണോ ജസ്റ്റിസ്? അവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ? നമുക്കൊരു സ്റ്റോറി തന്നെ പഠിച്ചിട്ടുണ്ട്. അതെ. അല്ല ഞാൻ പറയണേ, ഈ ജസ്റ്റിസ് പ്രശ്നമാണ്. ജസ്റ്റിസ് കോൺസ്റ്റിറ്റ്യൂഷനേക്കാളും മുകളിലാണ്. അതാണ് നേരത്തെ പറഞ്ഞില്ലേ, ജസ്റ്റിസ്, ഈ ന്യായം എന്ന് പറയുന്നത് നമുക്ക് ഫെയറിനായിട്ട് കിട്ടണം, ഇക്വിറ്റി ആയിട്ട് കിട്ടണം. അപ്പോൾ അത് ജസ്റ്റിസ് എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിക്കും മുകളിൽ നിൽക്കും, പക്ഷെ ലോ എപ്പോഴും താഴെ നിൽക്കും. അങ്ങനെയാണ്, അതൊരു വ്യത്യാസം, ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി കോടതിയിൽ എന്ന് പറയില്ലേ, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയട്ടെ, എൻ്റെ അഭിപ്രായം മാത്രമാണ്, മറ്റുള്ളവർക്ക് അത് യോജിക്കണമെന്നില്ല. കോടതിയിൽ ജസ്റ്റിസ് കിട്ടില്ല. കോടതി അങ്ങനെ ഹ്യൂമാനിറ്റേറിയൻ ഇതിൽ ചിന്തിക്കുമോ? ഒരു പെണ്ണ് കെട്ട് എങ്ങനെ കേസുകളിൽ എൻ്റെ അഭിപ്രായമാണ്, ഞാൻ ഫാമിലി കേസ് മാത്രമേ നോക്കും. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 80% കുറച്ചുകൂടെ ബാക്കി കാര്യങ്ങളും നോക്കിയിട്ട് ചെയ്യും. ഒരു 20 മാത്രമേ ലോ ചെയ്യാറുള്ളൂ. അങ്ങനെ ലോ നോക്കുകയാണെങ്കിൽ ജസ്റ്റിസ് അതല്ല, ഇത് പറയണ പോലെയാണെങ്കിൽ ഇപ്പൊ ക്രിമിനൽ കേസുകളായിട്ടില്ല, സിവിൽ കേസുകളാണെങ്കിലും അത് ഒള്ളി ലോയെ പഠിച്ചത് ലോയാണ്. അതെ, വ്യത്യാസം ശരിയാണ്. അപ്പൊ ഇത് പിന്നെ വേറെ കാര്യം മാഡം പറഞ്ഞത് കറക്റ്റാണ്. ഈ ഫാമിലി ആക്റ്റും ഈ എല്ലാ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വന്നിരിക്കുന്നത്, ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. സമൂഹത്തിൽ കിട്ടേണ്ട ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഇതിൽ നിന്നാണ്, സോഷ്യൽ ജസ്റ്റിസിൽ നിന്നാണ് ഈ ലോ ഒക്കെ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? ഇപ്പോൾ എക്സാമ്പിൾ 13(1) ഇതിൽ പറയുന്നത് ഡൈവോഴ്സ് അനുവദിക്കാൻ ഇത്ര ഗ്രൗണ്ടിലുണ്ട്, ക്രൗൾട്ടി, അഡൾട്ടറി, ഡൈവോഴ്സ് അനുവദിച്ചു കൊടുക്കുന്ന പറയുന്നത്. അപ്പോൾ അത് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ്? ഡൈവോഴ്സ് കിട്ടാതെ പണ്ടെന്തായിരുന്നു, കിട്ടാൻ വളരെ പാടായിരുന്നില്ലേ ഡൈവോഴ്സ്? ഇപ്പോൾ ക്രൂവൽറ്റിയിലെ വൈഡായി. ഞാൻ ക്രൂവൽറ്റി എന്ന് ചിന്തിക്കുന്നല്ല, മാഡം ക്രൂവൽറ്റി എന്ന് ചിന്തിക്കുന്നത്. മാഡത്തിന്റെ ഒരു നോട്ടം എനിക്ക് ക്രൂവൽറ്റിയാണ്, പക്ഷെ മാഡത്തിന് ക്രൂവൽറ്റി അല്ല, അല്ലേ? അത് നമ്മൾ കോടതിയിൽ നമുക്കത് ക്രൂവൽറ്റി എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു അപ്രിഹെൻഷൻ ആവാം, അല്ലെങ്കിൽ ഫിയർ ആവാം, മറ്റേ നമുക്കുണ്ടാകുന്ന ഹേർട്ട് ആവാം. ഞാൻ പറയില്ലേ, സ്വന്തം കേസ് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന വാക്ക് വരെ ക്രൂവൽറ്റി എന്നുള്ളത് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കും
ഇതെന്ത് ഈ രണ്ടുപേരും കൂടെ രണ്ടുപേരും രണ്ട് സൈഡിൽ നിൽക്കുന്നു, എന്നാൽ ഒന്നും തർക്കങ്ങളില്ല, അടിയില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഹെൽത്തി ആയിട്ട് ഒരു കാര്യം രണ്ട് നിലപാടുള്ള വ്യക്തികളാണ് മനസ്സിലാക്കണം. സംസാരിക്കുന്നത് നമുക്ക് ഫൈറ്റ് വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി വേണ്ട, നമ്മൾ അവരുടെ അമ്മയെ വിളിച്ചു അച്ഛനെ വിളിച്ചു, ഇതൊക്കെ നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാം. ഇതിനോട് ചോദിച്ചു, ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ഇത്ര ഫൈറ്റ് ചെയ്തു 5 വർഷം ഞാൻ എൻ്റെ മുൻ ഭാര്യയുമായി ഫൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് പറഞ്ഞത് എന്താണ്, ഞാൻ എൻ്റെ ഭാര്യ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്, ഇപ്പോഴും സ്റ്റിൽ ഐ ലവ് ഹെർ, അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫൈറ്റ് ചെയ്തോളൂ. ആൾക്ക് കാണിച്ചു കൊടുക്കണം ഞാൻ തെറ്റുകാരനല്ല, ഞാൻ ഇങ്ങനെ ഒരു ഇപ്പൊ ഇത്രയും തിരക്കുള്ള ഇതിലും ഈ ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തണം, ഇതിലെങ്ങനെയാണ് ബാലൻസ് ചെയ്ത്? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു കൂടെ സഹായിക്കാൻ ഉണ്ട് ഒരാളുണ്ട്. ആള് വളരെ വക്കീൽ പണി എന്ന് പറഞ്ഞാൽ 24/7 അല്ലാതെ 10 മണിക്ക് കയറി 5 മണിക്ക് പണിയല്ല. പ്രത്യേകിച്ച് ഈ ഫാമിലി കേസിൽ കുട്ടികളെ നഷ്ടപ്പെടുത്തുമ്പോൾ ഒരുപാട് കോൾ വരും. എനിക്കിപ്പോൾ എന്താ അറിയോ, എനിക്ക് എൻ്റെ കുട്ടീനെ കേസ് നടത്താൻ ബുദ്ധിമുട്ടുണ്ടായില്ല, പക്ഷെ ഒരുപാട് ഇപ്പൊ കോളുകൾ വരും, ഒരുപാട് നമുക്ക് വരും ആൻസൈറ്റി. ഞാൻ കോൾ എടുക്കും, കാരണം എന്താ അറിയോ, ആ അച്ഛൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും, കാരണം ഞാൻ അനുഭവിച്ചതാണ് സ്വന്തം കുട്ടിയെ കാണാതിരിക്കുമ്പോൾ. പിന്നെ ഞാൻ ഇടയ്ക്ക് നടന്ന ഒരു കേസ് പറയാം. അതായത് അമ്മ കുട്ടീനെ ഇട്ടിട്ട് പോയി ഇതുപോലെ തന്നെ. എന്നിട്ട് ഞങ്ങൾ കൊണ്ട് അപ്പം തന്നെ ഞാൻ OP ഇട്ടു. ഞാൻ അപ്പം തന്നെ 602/19 ഫാമിലി കോഡ് 25 ഇട്ടു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ ഇട്ടു, OP ഇട്ടു, IE ഇട്ടപ്പോൾ ഹിയറിംഗ് ആണല്ലോ IAയിൽ, അതായത് അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ IE ഇട്ടു. അപ്പോൾ ഞാൻ അവിടെ ഹിയറിംഗ് നടത്തി. ഞാൻ പറഞ്ഞു, ഈ അമ്മയ്ക്ക് കുട്ടിയെ നോക്കാൻ അൺഫിറ്റാണ്. ആള് ലവ് വിത്ത് മൊബൈലാണ്, ലവ് വിത്ത് നോട്ട് വിത്ത് ചൈൽഡ്. ഞാൻ പറഞ്ഞു മൊബൈൽ അഡിക്റ്റ് ആണ്, അത് കുട്ടീനെ നോക്കാനും സമയമില്ല, വെൽഫെയർ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടീനെ അച്ഛന് കിട്ടി കുറച്ചാളത്തേക്ക് അമ്മേനെ വീഡിയോ കോൾ മാത്രം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാണ്, നിയമങ്ങൾ അൺഫിറ്റ് ആണെന്ന് തെളിയിച്ചാൽ, അതായത് ഒരു പാർട്ട്ണർ ഐദർ ഹസ്ബൻഡ് ഓർ വൈഫ് അൺഫിറ്റ് ആണെന്ന് തെളിയിച്ചാൽ കസ്റ്റഡി കിട്ടാൻ പ്രശ്നമില്ല. അത് മനസ്സിലാക്കുക ആളുകൾ, തല്ലുപിടിക്കണ്ട. പിന്നെ കുട്ടികളെ വെപ്പണാക്കി വെച്ച് ഒരു കുട്ടിയെ, നമുക്കറിയാം കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മനസ്സ് വളരെ ചെറുതാണ്. കുട്ടികളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ, അവരെ വെപ്പണാക്കി വെക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്താൽ അത് സമൂഹത്തിനും അതൊരു നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറിച്ച് ജഡ്ജ് ചെയ്യുന്നില്ലേ നമ്മളിപ്പം ഇപ്പം ഞാൻ റിനീഷിനെ കുറിച്ച് എന്നെ 10 ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ വൃത്തികേട് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ റിനീഷിൻ്റെ പുറത്തേക്ക് വരും. തിരിച്ച് ഇങ്ങനെയാണെങ്കിൽ അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം. ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇതും എത്രത്തോളം അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. ഞാൻ ദീപകിന്റെ കേസ് അവിടെ നമ്മൾ ചർച്ച ചെയ്തു. സോഷ്യൽ മീഡിയ എന്നുള്ളത് നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. ഏതായിക്കോട്ടെ, ഇപ്പൊ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്ത് അവയർനെസ് കൊടുക്കാൻ. ഇപ്പൊ ഞാനിപ്പോ സോഷ്യൽ മീഡിയനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. എൻ്റെ മകനും ഞാനും തമ്മിലുള്ള ബോണ്ട്, എൻ്റെ മകനെ വളർത്തിയ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് അച്ഛന്മാർക്കും അമ്മമാർക്കും ഇഷ്ടപ്പെടും. പക്ഷെ ഇത് തെറ്റായിട്ട് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഈ സോഷ്യൽ മീഡിയ അല്ല ജഡ്ജ് ചെയ്യേണ്ടത്. ഇവിടെ കോടതിയുണ്ട്, റൂൾ ഓഫ് ലോ ഉണ്ട്. ഈ ഒരു ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, ദിലീപിന്റെ കേസ് ഒരുപാട് സോഷ്യൽ മീഡിയ ജഡ്ജ്മെന്റ് വന്നു, ജഡ്ജിനെ വരെ തെറി വിളിക്കേണ്ട സംവിധാനം വന്നു, ഞങ്ങൾക്ക് കേസ് കൊടുക്കേണ്ടി വന്നു. അതായത് സമൂഹത്തിന്റെ അറിവില്ലായ്മ. നമ്മൾ അതല്ല തെറ്റായ ഒരു കാര്യം. ഇപ്പൊ അടുത്തൊരു സംഭവം ഉണ്ടായി. അതായത് അന്ന് കോടതി വിധി വന്നപ്പോൾ നമ്മൾ കോടതിയിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ബോ ചെയ്യും. അതായത് നമ്മൾ ജഡ്ജിനെയും നമ്മൾ തമ്മിൽ തൊഴും. നമുക്കറിയാം അഡ്വക്കേറ്റ് ഇത് തെറ്റിദ്ധരിപ്പിച്ച് ദിലീപിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുടെ പേരിൽ കേസെടുത്തു കോടതി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ റൂൾ ഓഫ് ലോ ഉണ്ട്, ഇവിടെ ഭരണഘടനയുണ്ട്, ഇവിടെ അത് നടപ്പിലാക്കാനുള്ള കോടതിയുണ്ട്. കോടതിയുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടപ്പോ തൊഴുതാ ദിലീപ്. ഒരു പ്രതിയാണെങ്കിലും ആണെങ്കിലും ഏത് ജൂനിയർ ആണെങ്കിലും സീനിയർ ആണെങ്കിലും കോർട്ട് വരുമ്പോൾ നമ്മൾ വിഷയമാണ്. അതിന്റെ ഒരു നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ട പാഠം അതാണ്. കോടതിനെ ബഹുമാനിക്കും, നമ്മൾ ജഡ്ജിനല്ല ബഹുമാനിക്കണം, കോടതിയെ ബഹുമാനിക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജ്മെന്റിനെ വിമർശിക്കാം, ജഡ്ജിയെ വിമർശിക്കാൻ പാടില്ല. നമ്മളൊരു ജഡ്ജി എന്ന് പറയുമ്പോഴേക്കും അതൊരു വ്യക്തിപരമായിട്ട് അല്ലെ എഴുതിക്കുന്ന ജഡ്ജ്മെന്റിനെ മുകളിലെ ആൾക്കാർ. അല്ല, ഞാൻ ഈ ദിലീപിന്റെ കേസിൽ ഒരുപാട് കണ്ടു. സോഷ്യൽ മൊറാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം, സോഷ്യൽ മൊറാലിറ്റി. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി പറഞ്ഞു ജഡ്ജ്മെന്റ് പ്രകാരം അയാളെ ചെയ്ത് വെറുതെ വിട്ടു. അത് അങ്ങനെ സിങ്ക് ആവണില്ല. അങ്ങനെ ആവരുത്. നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല, അത് അയാൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും സപ്പോർട്ട് എവിഡൻസ് ഇല്ലാത്തടത്തോളം കാലം പ്രോസിക്യൂഷൻ തോറ്റുപോകും. അപ്പൊ ആരെ ചെയ്യേണ്ടത്? ഉദ്യോഗസ്ഥനെ പറയണം. ഞാനതിന് ഇവിടുത്തെ തന്നെ ഇവിടുത്തെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഉണ്ട് ഈ തിരുവനന്തപുരത്ത്. അഡ്വക്കേറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം. അതായത് ആ സോഷ്യൽ ആക്ടിവിസ്റ്റ്
ദിയ സന എന്ന് പറഞ്ഞ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഈ ആളൂർ സാറ് മരിച്ചപ്പോൾ വളരെ വൃത്തികെട്ട രീതിയിൽ എഴുതി. ഞാൻ അപ്പോൾ തന്നെ എഴുതി, സഹോദരി ഞങ്ങളിതിൽ ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള ഇത് കൊടുക്കേണ്ടി വരും. അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, പറയുന്നുണ്ട്, ഭരണഘടന കൊടുക്കുന്നുണ്ട്. അല്ല വളരെ ക്ലോസ് ആയിട്ടുള്ള അല്ല ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറയുന്നതല്ല, ഞാൻ ആ ലേഡിക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഞാൻ പറയല്ല. പക്ഷേ ഒരാളെ മരിച്ച ആളുടെ ഡിഗ്നിറ്റിയെ താഴ്ത്തുന്ന രീതിയിൽ ഒരിക്കലും അല്ല. മരിച്ചെന്ന് പറഞ്ഞ് ഒരാൾ വിശുദ്ധനോ മരിച്ച ഞാൻ അതാണ്. പക്ഷെ അങ്ങനെയല്ല, അയാൾ ചെയ്തത് അയാൾ തൊഴിലാണ്. പിന്നെ അയാളുടെ തൊഴിലാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്റെ തൊഴിലാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഇന്ന് ദീപക്കിന് വേണ്ടി ചെയ്തെങ്കിൽ നാളെ വേണമെങ്കിൽ എനിക്ക് പ്രതിക്ക് വേണ്ടി ഹാജരാവാം. എന്റെ ജോലിയാണ്. ഇപ്പം സജിതയ്ക്ക് വേണ്ടി എനിക്ക് ഹാജരാവാം. മാഡത്തിന് വേണമെങ്കിൽ മാഡം എപ്പോഴും ഒരാളുടെ മുന്നിൽ നമുക്ക് വക്കീലന്മാർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതൊരു അഡ്വേഴ്സിയൽ സിസ്റ്റമാണ്, രണ്ട് ഭാഗത്തുണ്ട്. അറിവില്ലായ്മയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കാം. അഡ്വേഴ്സിയൽ സിസ്റ്റമാണ് നമ്മുടെ കോർട്ട്. പ്രതിക്കും ബാധിക്കും ഇവിടെ റൈറ്റ്സ് ഉണ്ട്. അത് നമ്മൾ രണ്ടുപേർക്കും ബാധിക്കുമ്പോൾ മാത്രമേ അതിന്റെ സിസ്റ്റത്തിന്റെ ഒരു പൂർണ്ണത വരൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ എന്ന് വെച്ചാൽ മകനിപ്പം 8 വയസ്സായിട്ടുള്ളൂ. കുഞ്ഞ് വളർന്ന് വരുമ്പോൾ ഇപ്പം അച്ഛൻ അനുഭവിച്ച സ്ട്രഗിൾസൊക്കെ അവൻ എങ്ങനെ കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അതിൽ മോട്ടിവേറ്റഡ് ആയി അല്ലെങ്കിൽ സമൂഹത്തിന്, അതായത് ഒന്നാമത്തെ ഞാൻ ആദ്യമേ പറഞ്ഞു, എന്താ അവനിൽ കാണുന്നത്? അവനിൽ ഞാനിപ്പോൾ കാണുന്നത് അവന് എൻ്റെ മുൻ പാർട്ട്ണറുടെ ക്വാളിറ്റി ഉണ്ട്. വളരെ ഞാൻ അധികം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളല്ലായിരുന്നു. എൻ്റെ മുൻ പാർട്ണർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണ്. ഞാനത് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ പാർട്ണർ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അടക്കി ഒതുക്കിയൊക്കെ വയ്ക്കും. അത് ഞാൻ ചെയ്തിരുന്നില്ല. ഇപ്പോൾ അത് പാർട്ണർ ഇല്ലാത്തപ്പോഴാണ് എനിക്കത് ചെയ്യാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതൊക്കെ അവനുണ്ട്. അതുപോലെ തന്നെ വളരെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉള്ള ആളാണ് എൻ്റെ മുൻ പാർട്ണർ. അതും ഞാനിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാണ്. സേവിങ്സ് ഒക്കെ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും. കാരണം എൻ്റെ മകൻ എന്നിട്ട് നോക്കും, അച്ഛൻ അക്കൗണ്ട് ബാലൻസ് ഒന്ന് കാണിച്ച് അച്ഛൻ എന്ത് അനാവശ്യമായിട്ട് ചിലവാക്കിയോ എന്നൊക്കെ അന്വേഷിക്കും. മകൻ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഞാനതൊക്കെ അവനിൽ കണ്ട നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ എൻ്റെ മകൻ വളർന്നു വരുമ്പോൾ എൻ്റെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അവൻ അറിയണം. അവൻ്റെ അച്ഛൻ വക്കീലായത് എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ ഞാൻ ചെറിയൊരു ബുക്ക് പോലെ പകുതി എഴുതി വെച്ചേക്കാണ്, ദ മാൻ ഹൂ വിത്തൗട്ട് പ്രസിഡന്റ് എന്നാണ് ബുക്കിൻ്റെ പേര്. വെച്ചാണെങ്കിൽ ഒരു പ്രസിഡന്റും ഇല്ലാത്തൊരാൾ ഇപ്പം പ്രസിഡൻ്റായിട്ട് മാറി, അതായത് ഒരു മറ്റുള്ളവർക്ക് ഒരു പ്രസിഡൻ്റായിട്ട് മാറി എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊടുക്കുക. പിന്നെ എൻ്റെ മകന് സോഷ്യലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ യാതൊരു വക്കീലന്മാരും ഇല്ല. ആദ്യത്തെ വക്കീലാണ് എൻ്റെ ഫാമിലിയിൽ, ആദ്യത്തെ വക്കീലാണ്. ഇനി എന്നിൽ ഉൾക്കൊണ്ട് ഇനി എൻ്റെ മകനും എൻ്റെ ജൂനിയർ വക്കീലായിട്ട് വരട്ടെ. അവനും വക്കീൽ കൂപ്പായ അടിഞ്ഞിട്ട് ആ എൻറോൾമെന്റ് കാണാൻ എനിക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. അതൊരു പ്രൗഡ് മൊമെന്റ് ആണ്. അതാണ് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച്. ഞാൻ SLC പരീക്ഷ ജയിച്ചു, എനിക്ക് അധികം സന്തോഷം ഉണ്ടായിട്ടില്ല. +2 ജയിച്ചു, MBA പഠിച്ചു, കല്യാണം കഴിച്ചു, കുട്ടി ജനിച്ചു. ഇതിലൊന്നും എനിക്ക് സന്തോഷം കണ്ടെത്തിയില്ല. പക്ഷേ എൻറോൾമെൻറ്റ് ചെയ്ത കോട്ടിട്ട് റോവിട്ട ദിവസം ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു പാഷൻ കിട്ടിയ, സന്തോഷം കിട്ടിയ ദിവസം. അതും എൻ്റെ മകൻ്റെ മുമ്പിൽ വെച്ച് എന്നുള്ള അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക ഏറ്റവും വലിയൊരു കാര്യം. അതെല്ലാവർക്കും എൻ്റെ മകനും ഉൾക്കൊണ്ട് അവനെ അച്ഛനെ കണ്ടു വളർന്ന് ഞാൻ പറയുന്നില്ല, അവൻ സമൂഹത്തിൽ നല്ലത് കണ്ട് ചീത്ത ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരാൻ സാധിക്കട്ടെ. അവനും നല്ല രീതിയിൽ, നിങ്ങൾ മാഡം നേരത്തെ പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ എന്താ പറയുക വളരെ എന്താ പറയുക സോഷ്യലി എല്ലാവരും തെറ്റ് പറയിപ്പിക്കാതെ ആരും നമ്മൾ എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് പറയുന്നത് എന്താ അറിയൂ, എപ്പോഴും പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുക. ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയി ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചില്ലേ, എന്താ മനസ്സിലാക്കിയത്? ആരായിട്ട് നമ്മൾ തല്ല് പിടിക്കാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ കുട്ടി പറഞ്ഞു 3ാം ക്ലാസ്സിൽ പഠിക്കണത്. അപ്പോൾ അത് തന്നെയാണ് വേണ്ടത്, സ്നേഹം പരക്കട്ടെ എല്ലാവരും. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഭാര്യയോട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല, ഇന്ത്യൻ ദേഷ്യമാണെന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ ഭാര്യയെ ഞാൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നു. എന്നോട് ഇത്ര കാണിച്ചിട്ട് പോലും ഞാൻ എൻ്റെ കുട്ടിയുടെ അമ്മ എന്നുള്ള രീതിയിൽ സ്നേഹിക്കുന്നു. ഇപ്പോഴും ഐ ലവ് ഹെർ. അത് വരട്ടെ, ആ ചിന്താഗതി വരട്ടെ. താങ്ക് യു സോ മച്ച് റിനീഷ്. എന്താ പറയുക, ഇതിനേക്കാളൊരു ഓപ്പണിംഗ് എൻ്റെ ഈ ഷോക്ക് ഇല്ല. പ്രത്യേകിച്ച് ഒരു അഡ്വക്കേറ്റ് ആണ്. ഇത്രയും തിരക്കിനിടയിൽ വന്ന റിനീഷ് വളരെ സന്തോഷം. മാഡത്തിന്റെ ഷോയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അത് ആദ്യത്തെ ഗസ്റ്റ് എന്നുള്ള രീതിയിൽ സന്തോഷിച്ചു. ഞാൻ വലിയ സെലിബ്രിറ്റി ഒന്നല്ല. ഇപ്പൊ കുട്ടിയെ സിംഗിൾ ഫാദർഹുഡിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അതെ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അത് ഇൻസ്പയർ ആവട്ടെ, മറ്റുള്ളവരും തല്ലുപിടിക്കാതെ. ആണ് പെണ്ണെന്നുള്ളൊരു ഫൈറ്റിന്റെ ആവശ്യവും ഇല്ല. അതെ, ഇതെല്ലാം നമ്മളെ ഹ്യൂമൻ ബീയിങ് ആണ്. അവസാനം ഹ്യൂമൻ ബീയിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ ബീയിങ് ആയിട്ട് സന്തോഷത്തോടെ എല്ലാവരും ഫൈറ്റ് ഒന്നും ഇല്ലാതെ, ഫൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഫൈറ്റ് കാണിക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആവാം. റിനീഷിന് അറിയാലോ, നമ്മൾ തമ്മിലാണെങ്കിലും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. പോസിറ്റീവ് പകരട്ടെ, ഫൈറ്റ് ഒന്നല്ല. അതെ, എല്ലാവരും ഇനി ഡൈവോഴ്സിലേക്ക് ഒന്നും പോകാതെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നമുക്ക് കേസ് കിട്ടില്ലായിരിക്കും, കുഴപ്പമില്ല. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ, സമൂഹം ഉയരട്ടെ. താങ്ക് യു.